ലിയോ ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകരാജ്, തലപ്പത്തി വിജയ്. നമ്മളിതാ പ്രീമിയർ ഷോ കണ്ടിട്ട് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങി നേരെ കാറിൽ വന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് കാറിൽ വന്ന് ഇരിക്കുകയാണ്. ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടത്തിനെ കുറിച്ചൊന്നും പറയാനില്ല, ഗ്രാൻഡാണ്, ഒന്നും പറയാനില്ല. സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന് പറഞ്ഞ് നിർത്തേണ്ടി വരും. പടം വേറെ ലെവൽ. ഓക്കെ, ലോകേഷ് കനകരാജിൽ നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യോ അതെല്ലാം, ആ എലിമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ തളപതിയെ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ആക്ടറായിട്ട് ക്ലാസ് മോഡിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മാസ് മോഡിൽ, എല്ലാ മോഡിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂവിൽ പറഞ്ഞ അതേ കാര്യം കറക്റ്റ് ആണ്. അതായത് നമ്മൾ ഇതുവരെ കണ്ടുവന്ന ഒരു വിജയ് പാറ്റേൺ പടമല്ല. നമ്മൾ എന്താണോ എക്സ്പെക്ട്, ലോകേഷ് കനകരാജ് വെർഷൻ ഓഫ് വിജയ് അത് സൂപ്പറായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ. നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും. ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. പുള്ളി നല്ല ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിന്. പിന്നെ അല്ല, ഞാൻ പറഞ്ഞത് അതിലെ ഓരോ സീൻസും നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മള് പൊതുവെ കാണുന്നത്, നമ്മള് വിജയ് ഇപ്പൊ ഒരു ഫൈറ്റ് സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസ് കാണിക്കുന്നത് കുറച്ച് ബൂസ്റ്റ് ചെയ്യും. ഇത് അങ്ങനെ ചെയ്തിട്ടില്ല. അതൊരു ലെവൽ കീപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ടെമ്പോ കീപ്പ് ചെയ്ത് റീസൺ ഉള്ളതുപോലെ നമുക്ക് തോന്നും. എക്സാക്ട്ലി. അപ്പൊ അതേപോലെ തന്നെ ആ മൊത്തം മൂവിയുടെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നല്ലോണം അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരിടത്ത് ഒരു ഡിപ്പ് വരികയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി അതിനൊരു ഇത് ഒരു കൗണ്ടർ ചെയ്തൊക്കെ ടെക്നിക്കൽ ടീമിന്റെ വർക്ക് സൂപ്പറാണ്. സ്ക്രീൻ പ്ലേ നല്ല കിഡിലായിട്ട് ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മളെ എല്ലായിടത്തും കറക്റ്റ് ഇന്റർവ്യൂവിൽ നമുക്ക് ഒരു ഹൈ തന്നുകൊണ്ടിരുന്നു. എക്സാക്ട്ലി. ആ രീതിയിലുള്ള ടെക്നിക്കാലിറ്റീസിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി ഗുഡ്. പിന്നെ കളർ ഗ്രേഡിങ്, അതൊക്കെ കളർ ഗ്രേഡിങ് കൊള്ളാം, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിന്റെ മൊത്തത്തില് ആ മഞ്ഞിലുള്ള സീനും അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന പോലെ ഐമാക്സിലൊക്കെ കാണുന്നവർക്ക് ഐമാക്സ് വേർഷനിൽ വരികയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. ബ്രില്യന്റ്ലി ഷോട്ടാണ് അവിടെ, ഒരു സംശയമില്ല. അതായത് അങ്ങേരുടെ ഒരു കോർ സംഭവം, കോർ ക്രൂ, ഇപ്പൊ ഫിലോമിൻ രാജി, അവരെല്ലാവരുടെ ആ ഒരു ക്രൂ ഉണ്ടല്ലോ, അവരുടെ വർക്ക് അതിനകത്ത് ഭയങ്കര എവിഡന്റ് ആണ്. കാരണം നമുക്ക് ആ ലോകേഷ് കനകരാജ് ഫീൽ കിട്ടും. പുള്ളിക്കാരൻ ഇതുവരെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പാറ്റേൺ ഒക്കെ സൂപ്പറായി പിടിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ അനിരുദ്ധ് എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അനിരുദ്ധിന്റെ ഒന്നും ഒരു വെറൈറ്റി ആണിത്. എനിക്ക് അങ്ങനെ തോന്നി. കാരണം പുള്ളിക്കാരന്റെ ഒരു യൂഷ്വൽ ഇപ്പൊ നമ്മൾ ജയിലറിലെ കണ്ട പോലെ ആ ഒരു പാറ്റേൺ മ്യൂസിക്കും അല്ല, കുറച്ചൊരു ഇംഗ്ലീഷ് ടച്ച് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡ് വേറെയാണ്, ആ ഫീലേ വേറെയാണ്. ആവശ്യത്തിന് മാത്രം കറക്റ്റ് ആ സാധനം കൊടുത്തു പോയിട്ടുണ്ട്. അത് അനിരുദ്ധിന്റെ പണി അനിരുദ്ധിന് നന്നായിട്ട് അറിയാം. അത് സൂപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളല്ലോ എനിക്ക് തോന്നി. അല്ല, സൗണ്ട് ട്രാക്കിന്റെ കാര്യത്തിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഐ മീൻ ഇംഗ്ലീഷ് സോങ്സ് കൊണ്ട് റിലീസ് ആവാത്ത ഒരുപാട് സോങ്സ് ഉണ്ട് അതിനകത്ത്. നമ്മളാകെ ബാഡ് ആസും നാ റെഡി അത് മാത്രം നമ്മൾ കേട്ടുള്ളൂ. പിന്നെ അൻപനും റൊമാൻറ്റിക് സോങ്സ്, അതല്ലാതെ ബാക്കിംഗ് ആയിട്ട് പോകുന്ന കുറെ സംഭവങ്ങളുണ്ട്. ഇതിന് ഇന്റർവ്യൂ തന്നെ പുള്ളി പറഞ്ഞിരുന്നത്, മറ്റേ ഹൂസ് ദ വില്ലൻ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ. ആ തീം എല്ലാം കറക്റ്റ് ആയിട്ട് വർക്കായിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്താ നമ്മുടെ ഡാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സോങ് ഞാൻ റെഡി, അത് തന്നെയാണ് ഡാൻസിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അതിന് റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞത് യൂഷ്വൽ പാറ്റേൺ വിജയ് സംഭവമില്ല. പുള്ളി പറഞ്ഞ പോലെ തന്നെ ഇൻട്രോ ഇല്ല, ഇൻട്രോ ഫൈറ്റ് ഇല്ല. പക്ഷെ ഇൻട്രോ ഇല്ല എന്നും പറയാൻ പറ്റില്ല. ഈ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് പറഞ്ഞതിന്റെ ആ ഹൈ ഇൻട്രോ തന്നെ വേണേ പറയാം. പിന്നെ കറക്റ്റ് വരുന്നുണ്ട്. ഫോഴ്സ്ഡ് ഇൻട്രോസ് അല്ല, പക്ഷെ മൾട്ടിപ്പിൾ ഇൻട്രോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കൈയടിയായിരുന്നു. പിന്നെ വിജയെ കണ്ട് അത് പറഞ്ഞു കേട്ടോ, അറ്റ്മോസ്ഫിയർ സൂപ്പർ ആയിരുന്നു. കാരണം ഫാൻസിന് ആഘോഷിക്കാനുള്ള വകുപ്പ് എല്ലാം അതിനകത്തുണ്ട്. എവിടെയൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും അതെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. യൂഷ്വലി കാണുന്ന പാറ്റേൺ അല്ല എന്നുള്ളേ ഉള്ളൂ. അതാണ് ഒരു ഹൈ ആവാൻ കാരണം. അത് അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം ഒരു വിജയ് പടത്തിന്റെ അല്ലെങ്കിൽ രജനി പടം വിജയ് പടത്തിന്റെ മെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഇൻട്രോ ആണ്. അവരെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്കുള്ള ഒരു ഇത് അതിനുവേണ്ടി ഒരു 3-4 അവസരം അവർ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് എന്തായാലും ഹാർഡ് കോർ ഫാൻസിന് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പൊ ഫസ്റ്റ് ഷോ. കാരണം മൂവിക്ക് ഇത്ര ഹൈപ്പ് ഉണ്ടായിരുന്നു. അതേപോലെ ലോകേഷ് കനകരാജ് എലിമെന്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യാം. അത് വെറുതെ കാക്രമുക്ര കാണിച്ചു വെച്ച പരിപാടിയൊന്നും അല്ല. ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതാണ് ക്യാരക്ടേഴ്സിന്റെ ഘോഷയാത്രയാണ്. കാരണം നമ്മൾ ആൾക്കാർ ഓരോരുത്തർ നോക്കുമ്പോൾ ഈ പുള്ളിയുണ്ടോ, ഈ പുള്ളി അവിടെ നിന്ന് വരുന്നു, അവിടെ നിന്ന് മറ്റേ ആള് വരുന്നു. സത്യത്ത് അർജുൻ ഒന്നും പറയാനില്ല. ബാബുവിന്റെ ത്രൂ ഔട്ട് പടത്തുണ്ട്. പക്ഷെ പുള്ളിക്കാരന് കുറച്ചുകൂടെ, അപ്പൊ നമ്മൾ മലയാളിയാണോന്നുണ്ടാ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തായിരുന്നു. എനിക്ക് ബാബുവിന്റെ ഡബിങ് ഇഷ്ടപ്പെട്ടില്ല. തമിഴായിട്ടുള്ള വേറെ ആരാണ് ഡബ് ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ ബാബു ആന്റണിയുടെ ആ ശബ്ദത്തിനൊരു സ്റ്റൈലുണ്ട്. പിന്നെ പക്ഷെ അത് അവർക്ക് യൂസ് ചെയ്യാമായിരുന്നു. അതേപോലെ തന്നെ ബാബു ആന്റണിയുടെ കുറച്ച് മാർഷൽ ആർട്സ് യൂസ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് ആക്ഷൻ പടത്തിൽ പുള്ളി വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷെ അത് അത്രയ്ക്ക് യൂസ് ചെയ്തില്ല എന്ന് തോന്നുന്നു. ചിലപ്പോ അവരുടെ കാണും എല്ലാം കൂടെ എങ്ങനെ ഈ 2.25 മണിക്കൂറിനുള്ളിൽ ഫിറ്റ് ചെയ്യുന്നുള്ളതായിരിക്കും. ഇത്ര ആൾക്കാരും ഇല്ലേ. പിന്നെ സത്യം എല്ലാവർക്കും സ്പേസ് കൊടുക്കും ഇത്ര ആൾക്കാർക്ക്. അല്ല, അത്
എന്താ പറയാ, നമ്മള് പക്ഷെ മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൈഡ് എടുക്കാം. കാരണം ബാബു തന്നെ ഉണ്ട്, മാത്യു ഉണ്ട്. മാത്യുവിന് ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. മാത്യു, അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ട് പോയപ്പോ, മാത്യു എന്ന് പറഞ്ഞാൽ അവന്റെ കരിയറിൽ ഒരു വലിയ ബ്രേക്ക് ആവും. മാത്യുവിന് ത്രൂ ഔട്ട് ക്യാരക്ടർ. വിജയുടെ കൂടെ ഒരു മൂവിയിൽ ഇങ്ങനെ ഒരു റോള് കിട്ടാന്ന് പറഞ്ഞാൽ അതും കൂടെ ഇരുന്ന് അഭിനയിക്കാൻ, അതും നല്ല കീ റോള്, നല്ല ഇമ്പോർട്ടൻസ് ഉള്ള റോള്. അടിപൊളി റോൾ. ലോകേഷ് കനകരാജിന്റെ എല്ലാ പടത്തിലും മലയാളിക്ക് ഒരു പ്രൊമൻസ് ഉണ്ട്. കഴിഞ്ഞതിൽ തന്നെ നമ്മുടെ ചെമ്പൻ, ഫഹദ്, ഇതില് മാത്യു, ബാബു എനിക്ക് ഒരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട്. ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ മറ്റേ ഹൈനയുടെ ഗ്രാഫിക്സിനെ കുറിച്ച് ആൾക്കാർ നേരത്തെ വിമർശിച്ചല്ലോ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓക്കെ, 100% എന്താ പറഞ്ഞാൽ അത് ഒറിജിനൽ ആണോ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഹോളിവുഡ് പടമല്ല, ബട്ട് സ്റ്റിൽ ഒരു 95% ഇറ്റ്സ് ഓക്കെ ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ആ ഒരു സീൻ, ആ തുടക്കത്തിലെ സീൻ വിത്തിൻ ലിമിറ്റ്സ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ 10% പെർഫെക്റ്റ് ആണോ, ഇപ്പൊ നമ്മളൊരു ഹോളിവുഡ് ലെവലിൽ കാണുന്ന പോലെയാണോ, പക്ഷെ അതിന്റെ ബജറ്റും വേറെയാണ്. കല്ല് തോന്നുന്ന സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഹൈന സീനിലല്ല. ഹൈനയുടെ ആ പോർഷൻ അവർ ആക്ച്വലി ബ്രില്യന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് എവിടെയൊക്കെ കഥയിൽ വന്നു പോകുന്നുള്ളതും ഒക്കെ നല്ല രസമാണ്. അതിന്റെ ഒരു അപ്പിയറൻസ് പല രീതിയിലും വരുന്നുണ്ട്. പിന്നെ അത് നല്ലൊരു മാസമായിരുന്നു. അതിന് തന്നെ പിന്നെ ഒരു മാസ് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ കാർ ചേസ് കുറച്ച് ഇതായിട്ട് തോന്നി. അത് ലെങ്തി മാത്രമല്ല, അതിന്റെ ഗ്രാഫിക്സ് എനിക്ക് VFX എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം പഴയ ഒരു ഇംഗ്ലീഷ് പടം ടോർക്ക് എന്ന് പറഞ്ഞു, ബൈക്ക് റേസിംഗ്, അതിൽ അവസാനം ഒരു അന്യായ ഗ്രാഫിക്സ് ഉണ്ട്. ഇതേപോലത്തെ പരിപാടി VFX, അതായത് എല്ലാം ഇങ്ങനെ പറന്നു പോവാം, ബസ്സിന്റെ അടിയിൽ കൂടെ പോകും, കാറിന്റെ അകത്തൂടെ പോകും. അങ്ങനെ എനിക്ക് ഏകദേശം ആ ഒരു ഫീല് കിട്ടി. എനിക്ക് ആ സീനിൽ ഓവറായിപ്പോയി. ഒന്നാമത് ഇത്രയും വണ്ടി, രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറുപറ പറന്നു തോന്നി. അത് മാത്രം എനിക്കും തോന്നി കല്ലേടി. പക്ഷെ ബാക്കി ഫൈറ്റ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫസ്റ്റ് കോഫി ഷോപ്പ് ഫൈറ്റ് ഒക്കെ. പിന്നെ കുറച്ച് ഓപ്പൺ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ ഈ പടത്തില്. ഉറപ്പായിട്ടുണ്ടല്ലോ ഒരുപാട് ഓപ്പൺ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് മനസ്സിൽ വരും ഈ പടം കണ്ട് കഴിയുമ്പോഴത്തേക്കും. അല്ല, എന്താണ് അവർ ഉദ്ദേശിച്ചത്? ലോകേഷ് ആഗ്രഹിക്കുന്ന അത് ആയിരിക്കാം കേട്ടോ. ചിലപ്പോ ഇങ്ങനെ കുറെ പോയിന്റ്സ് ഇട്ടിട്ട് അത് പിന്നെ പ്ലഗ് ചെയ്തെടുക്കാൻ വേണ്ടി എന്തെങ്കിലും പരിപാടി കാണും. പുള്ളിക്ക് 10 സിനിമ എന്തോ അല്ലേ ലക്ഷ്യം? 10 സിനിമ. അതില് 10 സിനിമയില് ഇതെല്ലാം കൂടെ അവസാനം കൊണ്ട് എന്താണെന്ന് അറിയില്ല. പിന്നെ ഒരു വലിയ ചോദ്യം എല്ലാരും ചോദിക്കുന്നത് LCU ഫാക്ടറിനെ കുറിച്ച് നമ്മളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അത് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കണ്ടപ്പോ ഒരു ഫീൽ ഉണ്ടായല്ലോ, ആ ഫീല് നിങ്ങൾക്കും കിട്ടണം. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് ഇതുവരെ റിസർച്ച് ചെയ്ത ഒരാളാണെങ്കിൽ ഞാൻ പറയും ട്വിറ്ററിലൊന്നും കയറി നോക്കിക്കളയരുത്. ട്വിറ്ററിലൊക്കെ ഏവനൊക്കെയോ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട്, പിന്നെ പടത്തിന്റെ ഇന്റർവെൽ സമയത്ത് തന്നെ ഓരോരോ വീഡിയോ, ഇന്റർവെൽ സമയത്ത് തന്നെ ആൾക്കാർ എന്തൊക്കെയോ പടത്തിന്റെ പല പല കോർ ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്ത് ട്വിറ്ററിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് പടം ആത്മാർത്ഥമായി എൻജോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ട്വിറ്ററിൽ കയറരുത്, നിങ്ങൾ സോഷ്യൽ മീഡിയയിലും കയറരുത്. നിങ്ങൾ നല്ലൊരു ഫ്രഷ് മൈൻഡ്, നല്ലൊരു തിയേറ്ററിൽ നേരെ പോയി, പറ്റുമെങ്കിൽ ഷോ തുടങ്ങുന്നതിന്റെ 1 മിനിറ്റ് മുമ്പേ വല്ലതും കയറി ഇരുന്ന് കാണാം. വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ ചിലവന്മാർ ചിലപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യും, സസ്പെൻസ്, അങ്ങനത്തെ പരിപാടി ഉണ്ട്. മൈൻഡ് സെറ്റ് ചെയ്തിട്ട് പോകണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഒരിക്കലും ഈ വാസ്തുഹാരെ കാണാൻ പോകുന്ന ഒരു മൈൻഡിൽ പോയി കാണരുത്. അതൊരു ഫൺ ആക്ഷൻ എന്റർടൈനർ ആണ്. ആ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പടത്തിൽ എൻജോയ് ചെയ്യാവുന്നതിന്റെ 100 ഇരട്ടിയുണ്ട്. അതായത് പറഞ്ഞത് സ്കൈ ഈസ് ദ ലിമിറ്റ്. കളക്ഷൻ റെക്കോർഡൊന്നും നോക്കണ്ട, അതൊന്നും ഇനി പിടിച്ചാൽ കിട്ടാൻ പോകുന്നില്ല. അതൊക്കെ അത് അടിപൊളി. അല്ല, ഞാൻ പറയാൻ വന്നത് ഇത് എന്താ പറഞ്ഞ ആ ആംബിയൻസ് ഇല്ലേ, മഞ്ഞ് മലയുടെ ആംബിയൻസ്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആ ഒരു എൻവയോൺമെന്റ് 90% ആക്ച്വലി അവിടെ തന്നെ നല്ല ഹിമാചൽ. പിന്നെ അതിന്റെ ആ ലൊക്കേഷന്റെ ഒരു ഫീൽ ഉണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ, അടിപൊളി. പിന്നെ ഗൗതം വാസുദേവ മേനോൻ, പിന്നെ എല്ലാരും പറഞ്ഞ റെഫറൻസ് പുള്ളി തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പടം ഇറങ്ങുന്നതിന് മുമ്പ് കുറെ പേര് ഹിസ്റ്ററി ഓഫ് വയലൻസിന്റെ റീമേക്ക് ആണോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പുള്ളി തന്നെ താങ്ക്സ് ആദ്യമേ എഴുതിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു ട്രിബ്യൂട്ട് പോലെയാണ്. ഒരു കാര്യമുണ്ട്, ഇതേപോലുള്ള എല്ലാ പടങ്ങൾക്കും കഥ സെയിം ആണ്. അത് ലോകേഷ് കനകരാജൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു, പുതിയതായിട്ടുള്ള ഒരു കഥയല്ല. ഹൗ ഹി വുഡ് ലൈക്ക് ടു പ്രസന്റ് വിജയ് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മുടെ ക്യൂരിയോസിറ്റി ഫാക്ടർ. അത് കിട്ടലായിട്ട് പുള്ളി ചെയ്യുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജുറാസിക് പാർക്ക് എടുക്കുക, എല്ലാ ജുറാസിക് പാർക്കിലും സെയിം ആണ്. എന്താണ്, ഡൈനോസോർ പൊട്ടിച്ച് ചാടുന്നു, ഇവന്മാരെ ഓട്ടിക്കുന്നു. അടുത്ത പ്രാവശ്യം ഇത് തന്നെ ചെയ്യും. അത് എടുക്കുന്നതിന്റെ ആ ഒരു രീതി, എന്നാലും ആൾക്കാർ കയറി കാണുമല്ലോ. പക്ഷെ എന്തായാലും ഈ പടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തത്തില് അടിപൊളി പടം. തീർച്ചയായിട്ടും ഇത് വേറെ ലെവലിലെത്തും ബോക്സ് ഓഫീസിൽ, അത് ക്ലിയർ ആണ്. സൂപ്പർ എന്റർടൈനിങ് ആണ്. എന്റർടൈൻമെന്റ്, കാശ് വസൂൽ, പൈസ വസൂൽ. നല്ല തിയേറ്ററിൽ പോയി കാണണം. നമ്മുടെ ഒരു അവസാനത്തെ ഒരു ഫൈറ്റിലെ ഒരു ഈഗിൾ ഇങ്ങനെ പറന്നു പോകുന്നത്, അതിന്റെ സൗണ്ട് ഒക്കെ എനിക്കൊന്നും വല്ല 3D എഫക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ തിയേറ്ററിലെ സൗണ്ട് സിസ്റ്റം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതൊരുമാതിരി കൂടുതൽ പറയാനില്ല. ഓക്കെ,
അപ്പോൾ നല്ല തിയേറ്ററിൽ കയറി കാണുക. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. ഇതേപോലെ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊന്നും കയറി നോക്കരുത്, കാരണം ആൾക്കാർ ഒരുപാട് പേര് ഇതിൻ്റെ കോർ ഭാഗങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ എന്താ LCU ഫാക്ടർ ആണോ എന്നുള്ളത് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. എന്തായാലും വിജയ് പൊളിച്ചിട്ടുണ്ട്. വിജയുടെ വേറൊരു മുഖം ലോകേഷ് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ടിങ്ങിലും പുള്ളിക്ക് പെർഫോം ചെയ്യാനുള്ള ഇഷ്ടം പോലെ സീൻസ് ഉണ്ട് അതിനകത്ത്. അത് പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇപ്പം യൂഷ്വലി പാറ്റേൺ ഫൈറ്റ് ഇതെല്ലാം പുള്ളിയുടെ ഫോട്ടോയാണ്. അതല്ലാതെ പുള്ളി ആസ് ആൻ ആക്ടർ ഓൾസോ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. എന്നാ മാസ് ഇപ്പം വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപം ചിലർക്ക് കാണുമല്ലോ, ഡൈ ഹാർഡ് ഫാൻസിന്, അവർക്ക് വേണ്ടിയുള്ളതും ഉണ്ട്. അതുകൊണ്ട് ആരെ നിരാശപ്പെടുത്തിയിട്ടില്ല, എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ മൻസൂർ നല്ല ആക്ടിങ് ആയിരുന്നു. മൻസൂറിന്റെ ഡാൻസ് ഒക്കെ, മൻസൂറിന്റെ പോർഷനും ഭയങ്കര ക്രിട്ടിക്കൽ പോർഷനാണ്. പക്ഷെ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല സൂപ്പർ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. മൊത്തത്തില് എന്താ പറയാ, തൃഷ നല്ല ആക്ടിങ് ഉണ്ട്. പിന്നെ വിജയ് തൃഷ ഒരു നിങ്ങൾ കണ്ടാൽ ഓക്കെ. അപ്പൊ അതിനെ കുറിച്ച് പറയണ്ടല്ലോ. ഓക്കെ. അപ്പം പിന്നെ വേറെ എന്താ പറയാനുള്ളത്? കാരണം അവർ രണ്ടും ഗില്ലിക്ക് ശേഷം ആദ്യമായിട്ടാണ് പറഞ്ഞത് കെമിസ്ട്രി രസം. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയി സഞ്ജു ബാബയുടെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ പ്രസൻസ് ഫീൽ. അങ്ങനെ ആ ലുക്കിൽ വേറെ ഏതെങ്കിലും ഇതേ ലുക്കിൽ വന്നിട്ടുണ്ടോ? ഇതേ ലുക്കില് പക്ഷെ പുള്ളി കുറെ വില്ലൻ പക്ഷേ ഉണ്ടല്ലോ, പുള്ളിയുടെ ആ ഒരു അതൊക്കെ വെച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത സാധനം. സൈസും ആ ഡ്രസ്സിങ്ങും അതെല്ലാം. പിന്നെ ആന്റണി ദാസ് ആണ്, ഹാരോൾ ദാസ് ആണ് നമ്മുടെ അർജുൻ. അപ്പൊ എന്തായാലും ഓൾ ടുഗെദർ ഇറ്റ്സ് വർത്ത് ഇറ്റ്. പണം എന്റർടൈൻമെന്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. വിജയ് ഫാൻസ് യു വോണ്ട് ബി ഡിസപ്പോയിന്റഡ്. പിന്നെ ലോകേഷിന്റെ ആ മേക്കിങ്ങിന്റെ ക്ലാസ് എന്തായാലും ഇതിലുണ്ട്. അനിരുദ്ധിന്റെ വർക്ക് പറയാതിരിക്കാൻ, പക്ഷെ അനിരുദ്ധിന്റെ നേരത്തെ പറഞ്ഞില്ലേ യൂഷ്വൽ പാറ്റേൺ അല്ല, ആ വെറൈറ്റി ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അനിരുദ്ധിന്റെ ഒരു വേറൊരു സ്കെയിൽ ഉണ്ട്. അല്ല, ആ സൗണ്ട്സ് നമ്മള് ട്രഡീഷണലി കണ്ടുവന്ന രീതിയിലല്ല ഈ സൗണ്ട് ഒക്കെ വരുന്നത്. ഫൈറ്റിന്റെ ഇടയ്ക്കൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല അവിടെ ഒരു മ്യൂസിക് വരും എന്നുള്ളത്. പക്ഷെ അതൊരു വേറെ ഫീൽ വരുന്നുണ്ട്, ഒരു പുതിയ എക്സ്പീരിയൻസ്. എക്സ്പെരിമെന്റേഷൻ നന്നായിട്ട് നടന്നിട്ടുണ്ട് ഇതിൽ. പിന്നെ ആ ലിറിക്സ്, ആ ഇംഗ്ലീഷ് സോങ്സിന്റെ ലിറിക്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ ആ സിറ്റുവേഷന് വേണ്ടിയുള്ള ലിറിക്സ് ആണ്. എന്തോ റിലാക്സ്ഡ് ഗായ്, കൂൾ ഗായ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുണ്ട് കേൾക്കാൻ. ലൈറ്റ് ഓഫ് കാറിന്റെ ഒന്നേ ഓൺ ചെയ്തു. ഓക്കെ. പിന്നെ നമ്മൾ എന്താണ് പറയുക, തിരിഞ്ഞു നോക്കുമ്പോ ഇതിന്റെ പോസ്റ്റർ, ഓരോ പോസ്റ്ററിനും ആക്ച്വലി കഥയായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അവർ ചുമ്മാ അല്ല ഈ പോസ്റ്റേഴ്സിൽ ഓരോ ലൈനും കൊടുത്തത്. കീപ് കാം ആൻഡ് അവോയ്ഡ് ദ ബാറ്റിൽ, കീപ് കാം ആൻഡ് പ്രിപ്പയർ ദ ബാറ്റിൽ. പക്ഷെ ആ തുടക്കത്തിലെ ഹൈന സീന് മിസ് ചെയ്യരുത്. അത് നല്ല രസത്തെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു കാര്യമുണ്ട്, അത് ലോകേഷ് പറഞ്ഞ ആ പോയിന്റ് കൊണ്ടാണ് മിസ് ചെയ്യടാത്തത്. കാര്യം എന്ന് പറഞ്ഞാൽ 3000 പേര് അതിന്റെ പുറകെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ എഫേർട്ടിന് വേണ്ടിയാണ് കാണേണ്ടത്. അതിപ്പോ പറയാതിരിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ വേറെ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് അവിടെ ഒന്നും കിട്ടാതെ ഒന്നൊരു ഫീൽ വരരുത്. ആ ഒരു ക്വാളിറ്റി ഓഫ് മേക്കിങ്ങിനാണ് അത് കാണേണ്ടത്. അത് അത്ര ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വേ. അത് ഹൈനയുടെ ഗ്രാഫിക്സും അതെല്ലാം നന്നായിട്ടുണ്ട്. VFX ആയിട്ടുള്ള ആ കാർ ചേസ് മാത്രമേ എനിക്ക് കുറച്ചൊരു ഇതായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അൻപറിവിനും കൈയടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ആ മാർക്കറ്റിൽ പിന്നെ സത്യം എനിക്ക് അവരുടെ തോളിലാണ് ഭൂരിഭാഗം. മാർക്കറ്റിൽ വെച്ചിട്ട് ഐ മീൻ ഫൈറ്റ്സ് ഒക്കെ നമ്മുടെ എനിക്കൊന്നും ഈ ഫൈറ്റ്സ് ഒന്നും ഓവർ എക്സാഗറേറ്റ് ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് ഉണ്ടല്ലോ, മറ്റേ ഇങ്ങനെ ഫുട്ബോൾ പോലെ എടുത്തിട്ട് ഇങ്ങനെ ചവിട്ടി ഗോൾ അടിച്ചു വിടുന്ന ആ പരിപാടിയൊന്നും ഇല്ല. എല്ലാം എനിക്ക് ഏകദേശം ഒരു ബിലീവബിൾ ഫൈറ്റ് സ്റ്റണ്ട്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ആ ലെവലിലും സ്റ്റണ്ടിന്റെ ഇതിലും വർത്തായിട്ട് ചെയ്തിട്ടുണ്ട്. തൃഷ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തൃഷ ഒന്ന് ചിരിച്ചു കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. അല്ല, തൃഷ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഗൗതം വാസുദേവ് മേനോൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. നല്ല രീതിയിൽ കോമഡി. ഐ മീൻ ഈ കോമഡിക്ക് വേണ്ടി ആരും കൊണ്ടിട്ടിട്ടില്ല. നമ്മൾ ചില പടത്തിൽ കണ്ടിട്ടില്ലേ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കോമഡി വേറെ ഏതൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ട് ഈ പടത്തിന്റെ ഇടയ്ക്കായിട്ട് മിക്സ് ചെയ്ത് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അതെന്തായാലും നല്ലൊരു ഇതായിട്ടുണ്ട്. നമ്മുടെ യഥാർത്ഥ സ്റ്റോറി തന്നെ കോമഡി ആസ്പെക്ട്സ് കൊണ്ടുപോകുന്നത് എന്തായാലും നല്ല മൊത്തത്തിൽ എന്റർടൈനിങ് ആയിട്ട് അവർ മെയിൻ അതാ ഞാൻ പറഞ്ഞത്. സ്ക്രീൻ പ്ലേയുടെ പേസ് അവർ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എവിടെ എന്ത് വേണോന്നുള്ളത് നോക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് പോലും ബോറടിക്കുന്ന ഒരു സെറ്റപ്പ് അതിനകത്തില്ല. പിന്നെ ഈ ആർക്കൊക്കെ കാണാം, എന്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും കാണാൻ കുഴപ്പമൊന്നുമില്ല.
വിജയ് ഒരു ഫാമിലി മാനൊക്കെ ആയിട്ട് തന്നെയാണ്. പിന്നെ കാണേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആ മോഡിൽ തന്നെ കാണണം. ഒരു ആക്ഷൻ ഫൺ എന്റർടൈനറാണ്. അല്ലാതെ വേറെ അതിനകത്ത് നിങ്ങൾ ഈ ലോജിക്ക് വെച്ച് ചിന്തിച്ച് അതിനെ നശിപ്പിക്കരുത്. പക്ഷെ അതിനെ രസിക്കാൻ വേണ്ടി പോവുക, കീറി മുറിക്കാൻ പോകരുത്, അതിൽ കാര്യമില്ല. പിന്നെ സിനിമ ലാസ്റ്റ് വരെ കാണണം. ലാസ്റ്റ് വരെ കാണണം. ഏറ്റവും ലാസ്റ്റ് ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ നേരിട്ട് കാണുക. അപ്പൊ എന്തായാലും എന്താ പറയാ, ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. രാത്രി ഈ തണുപ്പത്ത് ഇറങ്ങി വന്നത് കണ്ട് ഇപ്പൊ കുറച്ച് നമ്മളിങ്ങനെ ക്ഷീണത്തോടെ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ മണി വെളുപ്പിന് 3:45 കഴിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പം ഏതോ ഇന്നലെ നമ്മൾ എത്ര മണിക്ക്, 11 മണിക്ക്, ഇന്നലെ രാത്രി 11 മണിക്ക് നമ്മള് പടം കാണാൻ ഇറങ്ങിയ. ഇവിടെ ജർമ്മൻ ടൈമിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, 11 മണി. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ പടമൊക്കെ കഴിഞ്ഞ് 3:45. നാട്ടിലും ഇപ്പൊ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ടുണ്ടാവണം, നാട്ടിലെ പ്രീമിയറും കഴിഞ്ഞിട്ടുണ്ടാവണം. ഇവിടുത്തെ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നോണ്ട് നമുക്ക് ഈ ഒരു അവസരം കിട്ടി, അത് സന്തോഷം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പടം വേറെ ലെവൽ. ഒന്നും നോക്കണ്ട, കേറി കണ്ടോ, ധൈര്യമായിട്ട് കാണാം. എടുത്ത് ടിക്കറ്റിന് കൊടുത്ത കാശിന് നിങ്ങൾക്ക് യാതൊരു നഷ്ടമില്ല. ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ കേറി കാണാം, അത്രേ പറയുള്ളൂ. അതിനായിരിക്കും അടുത്ത ഓട്ടം അതിന് വേണ്ടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ, പക്ഷെ ടിക്കറ്റ് കിട്ടുന്നവരെ സോഷ്യൽ മീഡിയ നോക്കാതിരിക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇതിന്റെയൊക്കെ മെയിൻ കോർ ഭാഗങ്ങൾ പൊട്ടിക്കുന്നവർക്ക് എന്ത് സുഖം കിട്ടാനാണ് അത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എല്ലായിടത്തും ഉണ്ട്. പണ്ട് CBS സിനിമയുടെ സമയത്ത് അത് ചെവിയിൽ വന്ന് നമ്മുടെ കോളേജിലായിരുന്നപ്പോ, പിന്നെ കോളേജിലായിരുന്നു വന്നിട്ട് എല്ലാവർക്കും എന്ത് സന്തോഷം. ഞാൻ വെറുതെ നടന്നു പോകുമ്പോഴത്തേക്ക് അവൻ വന്ന് എന്നെ ഒന്ന് വിളിച്ചിട്ട്, അളി എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇവനാണ് വില്ലൻ. ഞാൻ പറഞ്ഞു എന്തിന്റെ വില്ലൻ? അവിടെ അല്ല ഈ പടത്തിന്റെ, നീ കാണാൻ പോകണമെന്ന്. അന്ന് വാട്സാപ്പ് ചെവി ഒന്ന് പറഞ്ഞിട്ട് പോകണം, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പറയുന്നത് നമ്മൾ നടന്നു പോകുമ്പോ ചെവി ഒന്ന് പറഞ്ഞിട്ട് പോയത്. അല്ല ഞാൻ പറഞ്ഞ ഒഴിവാക്കാൻ പറ്റില്ല, അതൊക്കെ കോളേജ് സമയത്തുള്ള ഓരോ കളി എന്ന് പറയാം. പക്ഷെ ഈ സോഷ്യൽ മീഡിയ ഇടുന്നത് തെണ്ടിത്തരാണ്. കാരണം എവിടെ ഏത് ലെവലിൽ റീച്ച് ആവും. അത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നതൊക്കെയാണ് തിയേറ്ററിനകത്തുനിന്ന് വീഡിയോ എടുത്ത് ഇട്ടേക്കുന്നത്. 2 ലൈക്ക് അല്ലെങ്കിൽ കുറച്ച് മറ്റേ ആ സമയത്ത് കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടാൻ പറ്റും, അതിൽ കാര്യമില്ല. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വന്നാലും അതിന്റെ കളക്ഷനെ ബാധിക്കാൻ പറ്റില്ല. അതെന്തായാലും ആൾക്കാർ കയറി കാണും. പിന്നെ നമുക്ക് കുറച്ച് ചീത്തപ്പേര് ഉണ്ടാക്കി വെക്കാന്നുള്ളേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതലൊന്നും പറയില്ല. ഒന്നും നോക്കണ്ട, കേറിക്കൊണ്ടോ. അടിപൊളി പടം, സൂപ്പർ പടം.